പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും. ഇവിടെയും ഏകദേശം 4 ദിർഹംസ് ആയിട്ടുണ്ട് 1 ലിറ്റർ പെട്രോളിനിപ്പോൾ. അപ്പോൾ ഈ പെട്രോളിനും ഡീസലിനും ഇങ്ങനെ വില വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കും നല്ലവണ്ണം വിലക്കയറ്റം ഉണ്ടാവും. നിത്യോപയോഗ സാധനങ്ങൾക്ക് നാട്ടിൽ വില കൂടുന്നതുമായി തന്നെ ഇവിടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത ചെലവ് എല്ലാവർക്കും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ലോകമെമ്പാടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് നാട്ടിലെ പോലെ തന്നെ ഗൾഫ് മേഖലയും ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പെട്രോളിന് വില കൂടിയിരിക്കുന്നു, ഒപ്പം ഡീസലിനും. അപ്പോൾ പെട്രോൾ ഡീസലിൻ്റെ വില വർധനവ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധനവ് ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജീവിത ചെലവ് വളരെയധികം കൂടുന്നു. എല്ലാവർക്കും, നാട്ടിലായാലും ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലായാലും ജീവിത ചെലവ് വളരെയേറെ കൂടുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനങ്ങളും നമുക്ക് കിട്ടുന്നില്ല. നമസ്കാരം. Z7 പാസിംഗ് ഷോ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദൈര ഫിഷ് മാർക്കറ്റാണ് കാണുന്നത്. ദുബായ് ദൈരയിലുള്ള ഫിഷ് മാർക്കറ്റാണ്. ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ ജീവിച്ചെങ്കിലും, ദുബായിൽ ജീവിച്ചെങ്കിലും, ഏതാണ്ട് 25 വർഷത്തോളമായി ദുബായിൽ ജീവിക്കുന്നെങ്കിലും ഇതുവരെ ഈ ഫിഷ് മാർക്കറ്റിൽ നിന്നൊരു മീൻ വാങ്ങി നമ്മൾ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിന്ന് ഈ ദൈര ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് മത്സ്യം വാങ്ങി അതിനെ ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനായി മാർക്കറ്റിലെത്തിയിട്ട് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മത്സ്യങ്ങൾ വാങ്ങുകയാണ്. ഇത് ഷേരി എന്ന് പറയുന്ന മത്സ്യമാണ്. ഷേരി എല്ലാവർക്കും അറിയാം, ഷേരി എന്ന് അറബിയിൽ പറയുന്നതിന്. അപ്പോൾ അതൊരു മണ്ണിനിപ്പോൾ 120 ദിർഹംസാണ് വില. ഒരു മണ്ണ് 4 കിലോയ്ക്ക് 120 ദിർഹംസാണ് വില. നമ്മളിവിടെ ഇച്ചിരി വില പേശുമ്പോഴത്തേക്ക് ഒരു 10 ദിർഹംസ് കുറച്ച് വന്നിട്ട് ഏതാണ്ട് 110 ദിർഹംസ്, 110 ദിർഹംസിന് 4 കിലോ ഒരു മണ്ണ് നമുക്ക് തരാമെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ അത് നമ്മൾ തൂക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് 2 മണ്ണോളം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 2 മണ്ണാകുമ്പോൾ ഏതാണ്ട് 8 കിലോ ഷേരി മത്സ്യം നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ചൂടുകാലമായതുകൊണ്ട് മീനിനൊക്കെ വളരെ വില കൂടുതലാണിപ്പോൾ. അത് മാത്രമല്ല, മുമ്പത്തെ മാതിരി ഇപ്പോൾ കണ്ടമാനം കടലിൽ പോയി അങ്ങനെ മത്സ്യം കൊണ്ടുവരുന്നുമില്ല. അതുകൊണ്ട് വില കൂടുതലുണ്ട് മത്സ്യത്തിന് നല്ലവണ്ണം. ഇപ്പോൾ കുറച്ച് കൊഞ്ചും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വാങ്ങാമെന്ന് വിചാരിച്ച് കൊഞ്ചും നമുക്കൊന്ന് പാചകം ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പറയുന്ന മീൻ ഇതുപോലെ വാങ്ങിച്ച് കൊണ്ടുവന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവരത് ഗ്രില്ല് ചെയ്ത് റെഡിയാക്കി അതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളും ഒക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റുകളുണ്ട്, നമുക്ക് തരും. നമുക്കത് കുടുംബസമേതം ഇരുന്ന് കഴിച്ചിട്ട് പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ മീൻ മാർക്കറ്റിൽ വന്ന് മീൻ വാങ്ങി പോകുന്നതല്ലാതെ അങ്ങനത്തെ ഒരു സാധ്യതയെക്കുറിച്ച് ആരായാലുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും അങ്ങനെ എല്ലാവരും അതിനായി മെനക്കെട്ട് പോയി അങ്ങനെ കഴിക്കാറുമില്ല. കാരണം സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. സമയം ധാരാളം വേണം ഇത് പ്രിപ്പയർ ചെയ്ത് തരുന്നതിന്. പണച്ചെലവും കൂടുതലാണ്. അപ്പോൾ നമ്മളത് വാങ്ങി ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സീ ഷെഫ് എന്ന ഈ റെസ്റ്റോറൻറ്റിലാണ്, മലയാളികളുടേതാണ്. ഇവിടെ ഇതുമാതിരിയുള്ള ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുത്ത് അത് പ്രിപ്പയർ ചെയ്ത് തരും കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഫിലിപ്പീൻസിന് വേറെയുണ്ട്, അറബികൾക്ക് വേറെയുണ്ട്, അറബ് പൗരന്മാർക്കായിട്ടുള്ളതുണ്ട്, നമുക്ക് മലയാളീസിനുള്ളതുണ്ട്, ഇന്ത്യക്കാർക്ക് മൊത്തത്തിലുള്ളതായിട്ടുണ്ട്. അങ്ങനെ വിവിധ തരം റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്. ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്ത് നമുക്കത് വില പേശി തന്നെ പ്രിപ്പയർ ചെയ്ത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് 8 കിലോയ്ക്ക് മുകളിലുണ്ട് ഷേരി മീൻ. അത് 1 കിലോയ്ക്ക് ചുടുന്നതിന്
ഗ്രില്ല് ചെയ്ത് തരുന്നതിന് 20 ദിർഹംസും അത് എണ്ണയിൽ പൊരിച്ച് തരുന്നതിന് ഫ്രൈ ചെയ്ത് തരുന്നത് 25 ദിർഹംസാണ് ഒരു കിലോയ്ക്ക് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് വിലപേശി നോക്കുകയാണ്. നേരിയ വ്യത്യാസം കിട്ടുമെങ്കിൽ അത്രയും എളുപ്പം, അത്രയും ആശ്വാസം. എന്തായാലും സംബന്ധിച്ച് 20 രൂപ തന്നെ അവർ കുറയ്ക്കുന്ന ലക്ഷണമൊന്നുമില്ല. 20 രൂപയാണ് ഒരു കിലോ ശേരി നമുക്കിവിടെ ഗ്രില്ല് ചെയ്ത് തരുന്നതിന്. അങ്ങനെ സംബന്ധിച്ച് നമ്മൾ 8 കിലോ ശേരി ഗ്രില്ല് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അവരത് അകത്തേക്ക് കൊടുത്തു. അപ്പോൾ 1 മണിക്കൂറോളം സമയമെടുക്കും അത് നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടാനായിട്ട്. 1 മണിക്കൂർ കൂടുതൽ സമയം എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആ സമയം വെറുതെ ഇങ്ങനെ ഇരിക്കാം, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാം. ദുബായ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. 1 മണിക്കൂർ ചിലവഴിച്ച ശേഷം മാത്രമേ നമ്മുടെ സാധനം നമുക്ക് കിട്ടുകയുള്ളൂ. അത് അകത്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റാഫുകൾ, ലേഡി സ്റ്റാഫുകളുമുണ്ട്, ജെൻസുമുണ്ട്. നമ്മുടെ ശേരി നല്ല അരപ്പൊക്കെ പുരട്ടി അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവനെ ഗ്രില്ല് ചെയ്യണം. ഗ്രില്ല് എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉപയോഗിക്കാം. നല്ലവണ്ണം കട്ട് ചെയ്ത് റെഡിയാക്കി ക്ലീൻ ചെയ്ത് കിട്ടിയ മത്സ്യം കൊടുത്തപ്പോൾ അവരിങ്ങനെ അതിനകത്ത് നമുക്ക് പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് അതിൻ്റെ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഗ്രില്ലാണ്. ഗ്രില്ല് നമ്മൾ കൊടുത്ത മീൻ തന്നെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. 8 കിലോയോളം നമ്മൾ വാങ്ങി കൊടുത്തിരുന്നു. അത് മുഴുവൻ അവർ ഗ്രില്ല് ചെയ്യുകയാണ്. 1 മണിക്കൂർ സമയമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രില്ല് ചെയ്ത് വഴിയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ശേരി മീൻ ഗ്രില്ല് ചെയ്ത് അതും അതിനോടൊപ്പം കഴിക്കാനായിട്ട് വേണ്ടുന്ന മറ്റ് ഐറ്റങ്ങൾ, പൊറോട്ട, ചപ്പാത്തി, കറികൾ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഴിച്ച് തുടങ്ങാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. തരക്കേടില്ലാത്ത ടേസ്റ്റാണ് ഉള്ളത്. അപ്പോൾ ദൈരയിൽ ഇങ്ങനൊരു സംവിധാനമുണ്ട്. ദൈര ഫിഷ് മാർക്കറ്റിൽ വന്നാൽ നമുക്ക് അവിടെ നിന്ന് മത്സ്യം വാങ്ങി വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊടുത്താൽ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. വെട്ടിക്കഴുകി എല്ലാം കഴുകിയാക്കി തരും. അപ്പോൾ അങ്ങനെ നമ്മൾ തൊട്ട് പുറകിൽ ദൈര ഫിഷ് മാർക്കറ്റിൻ്റെ പുറകു വശത്തായിട്ട് ഇതേപോലെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്, നമ്മൾ മുമ്പ് കണ്ട മാതിരിയുള്ള. അപ്പോൾ ആ റെസ്റ്റോറൻറ്റുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്ത് അതിനോടൊപ്പം ഇതേപോലെ വൈകുന്നേരത്തെ ഭക്ഷണം നമുക്ക് റെഡിയാക്കി കിട്ടും. പൊറോട്ടയോ ചപ്പാത്തിയോ ദോശയോ അപ്പമോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും. നിങ്ങളും സമയം കിട്ടുമ്പോൾ ഈ ഭാഗത്തേക്ക് വരിക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.